എൻ്റെ ഈ പുറകിൽ കാണുന്ന വണ്ടി നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഈ മിത്സുക്കി ബിൽഡ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അത്യാവശ്യം കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ള വണ്ടിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ സ്വന്തം വണ്ടി തന്നെ. ഈ വണ്ടി പണിതിരിക്കുന്നത് എൻ്റെ ചേട്ടനാണ്. ആളുടെ പേര് വിഷ്ണുദേവ് എന്നാണ്. അപ്പോൾ ആളുടെ ഒരു കുറച്ച് ഐഡിയ പരിപാടിയൊക്കെയാണ് ഈ വണ്ടി ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഓൾറെഡി ആളുടെ പേജിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ വണ്ടി അങ്ങനെ പറഞ്ഞ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ആളെ ഇതിൽ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ആളെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം എന്നാണ്. ഇതാണ് ആള്. ആളുടെ പേര് വിഷ്ണുദേവ് എന്നാണ്. എൻ്റെ ബ്രദറാണ്. അപ്പോൾ ആളാണ് ഈ വണ്ടി ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ആളോട് തന്നെ നമുക്ക് എന്താ കാര്യങ്ങളൊക്കെ ചോദിക്കാം. കാരണം അപ്പം ആദ്യമേ കാരണം കുറച്ച് സ്കെച്ചൊക്കെ വരയ്ക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എത്ര നാൾ മുന്നേ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു? നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ട്. എത്ര നാൾ മുന്നേ ഈ വണ്ടി എടുത്ത സമയത്തേക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു? അത് എപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവമാണെന്ന് തോന്നിയത്, ഈ വണ്ടി ഇങ്ങനെ ചെയ്യണം തോന്നിയത്? സംഭവം നമുക്ക് കുറച്ച് നാളായിട്ട് വീട്ടിലുള്ള വണ്ടിയാണ്. അപ്പോൾ കുറച്ച് ഫണ്ടൊക്കെ സെറ്റ് ആകുമ്പോൾ വണ്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നോർമലി ഒരു ട്യൂണർ ടൈപ്പുള്ള രീതിയിലാണ് ഏറ്റവും ആളുകൾ പണിയുന്നത്. ഒരു സ്ട്രീറ്റ് മോഡ് ടൈപ്പ് രീതിയിലാണ് ആളുകൾ പണിയുന്നത്. അപ്പോൾ ഞാനും അങ്ങനെ ആയിരുന്നു ആദ്യം ഉള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ് പജീറോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് റാൻഡമായിട്ടൊരു തോട്ട് വന്നതാണ് നമുക്ക് പജീറോയുടെ ഒരു കളർ തീമിൽ 800 ചെയ്താൽ ഇങ്ങനെ ഇരിക്കും എന്നൊരു ഐഡിയ വന്നു. അങ്ങനെ ഞാൻ ഒരു 3 വർഷത്തോളമായി ഞാൻ അന്നേരം ഒരു സ്പെക്ക് ഇങ്ങനെ 800-നകത്ത് പജേറോയുടെ കളർ ഇതൊക്കെ വരുന്ന രീതിയിൽ പെയിൻറ്റ് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന പോലെ പെയിൻറ്റിലൊന്ന് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കൊരു ഇച്ചിരി അങ്ങനെ വരച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ അങ്ങനെ ടൈപ്പ് 3 ആയിരുന്നു. ടൈപ്പ് 3-ൽ ഇതെങ്ങനെ അധികം വൃത്തികേടാവാത്ത രീതിയിൽ വരാവുന്ന പല രീതിയിൽ ആലോചിച്ചു. അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് എത്തിയത്. അതായത് ഒരു ചെറിയ പജേറോ പോലെ നമുക്ക് തോന്നും, പക്ഷെ എന്നാൽ ഒരു മിമിക് ചെയ്ത പോലെ ഒരു അങ്ങനത്തെ ഒരു അരോചകമായിട്ട് തോന്നില്ല. വണ്ടി നീറ്റായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. പ്ലസ് ഒരു പജേറോയുടെ ഒരു കുട്ടി വർഷം പോലെ ചെയ്തേക്കുന്നതാണ് ചെയ്തേക്കുന്നത്. ഫുള്ള് എന്തൊക്കെയാ അതിനകത്ത് ചെറിയ മിനിമൽ കാര്യങ്ങളേ ഉള്ളൂ, അല്ലാതെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ മിനിമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിയുടെ ഒരു ലുക്കിന് നല്ല റിലേഷൻ കിട്ടും. ആ ഒരു എന്തൊക്കെയാണ് നമ്മൾ ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. ഞാൻ അങ്ങനെ വണ്ടി ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, കുറേ നാൾ കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തിരുന്നതെന്ന് പറഞ്ഞാൽ അണ്ണൻ ഒരു ഫോൾക്സ്വാഗൻ പോളോ ഇട്ടൊക്കെ അടിച്ചിട്ട് ബമ്പറൊക്കെ സ്കേർട്ട് ചെയ്ത് വേറൊരു കോൺസെപ്റ്റ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒരു സാധനം എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ പണ്ടെപ്പോഴും ലാപ്പിൽ എപ്പോഴും അണ്ണൻ ഫോട്ടോ ഇട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് ഐഡിയ എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് വണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്തേക്കാന്നുള്ള കാര്യങ്ങൾ അണ്ണൻ തന്നെ കാണിച്ചു തരും. അപ്പോൾ ഞാനത് വീഡിയോ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഏറ്റവും പ്രൈമറി ആയിട്ട് ചെയ്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കളറാണ്. ഇത് പജീറോയ്ക്ക് വരുന്ന മെറ്റാലിക് കിട്ടും പേൾ വൈറ്റ് കളർ മെയിനായിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഫ്രണ്ടും നമുക്ക് ചെറുതായിട്ട് തുടങ്ങാം. ഫ്രണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോണറ്റിൻ്റെ ഒരു സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സാധാ ആഫ്റ്റർ മാർക്കറ്റ് വഴിയിൽ കിട്ടുന്ന ചെറിയ വണ്ടിയൊക്കെ അതിനകത്ത് ചെറിയ ഇതുപോലെ ഒരു വെന്റ് പോലെ പച്ചക്കറിക്ക് വരുന്ന പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് ടൈപ്പ് 3-യുടെ ഗ്രില്ലാണ്. അത് നമ്മളൊരു ബമ്പർ കാർഡ് പോലെ വരുന്ന രീതിയിൽ ഒരു ഷോയ്ക്ക് ചെയ്തേക്കാണ്. ഇത് പുറത്തോട്ടൊന്നും തള്ളി നിൽക്കാത്ത രീതിയിൽ നമ്മുടെ ബോഡി ലെവലിനകത്ത് തന്നെ ഫൈബറിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ റെഗുലേഷൻ പരമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലാന്ന് നമ്മൾ വിചാരിക്കും. മെറ്റലൊക്കെ വെക്കുന്നതിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്, പക്ഷേ കമ്പനികൾ തന്നെ ഫൈബർ മെറ്റീരിയലൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് പുറത്തോട്ട് നിൽക്കാത്ത രീതിയിലൊക്കെ ചെയ്തത്. പിന്നെ ടൈപ്പ് 1-ൻ്റെ ബമ്പറാണ് വെച്ചേക്കുന്നത്. ലിപ്പ് I20 ഒക്കെ വരുന്ന ലിപ്പ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഇൻഡിക്കേറ്റർ വരുന്നത് പഴയ മോഡൽ തന്നെ അല്ലേ? ഇൻഡിക്കേറ്റർ ടൈപ്പ് 1-ൻ്റെ തന്നെയാണ്. ഇൻഡിക്കേറ്റർ നമുക്ക് ടൈപ്പ് 3 സ്യൂട്ടാക്കാൻ പറ്റില്ല. അതിനകത്ത് ഷൂട്ട് ആകത്തില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഇത് നമ്മൾ വണ്ടി എടുത്തപ്പോഴേ ഉള്ള ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലോയാണ് റാലി എന്ന് പറഞ്ഞത്. അത് തന്നെ നമ്മൾ റിപ്പയറിന് ഉപയോഗിച്ചു. 3 സ്പോക്ക് അല്ലേ? 3 സ്പോക്ക്. ഇത് കുറച്ചുകൂടെ അപ്സൈസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പറ്റുന്നൊരു ഡിസൈൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. നെപ്പോളിയൻ്റെ മിററാണ് ചെയ്തേക്കുന്നത്, ക്രോം മിററാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ പജേറോയ്ക്ക് വരുന്ന പോലെ തന്നെ നമ്മൾ സുസുക്കി എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട്. ആ ഒരു റേഞ്ച് ഒക്കെ വരുന്ന ടൈപ്പുള്ള ഫോണ്ടാണ്. താഴെ നമ്മുടെ ആൾട്ടോ സെന്നിനൊക്കെ വരുന്നൊരു ഗ്ലോബലി വരുന്നൊരു യൂണിവേഴ്സലായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു സൈഡ് സ്റ്റെപ്പിംഗ് ഉണ്ട്. അത് ഇതിന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സുസുക്കി സ്റ്റിക്കർ ഒട്ടിക്കാൻ അത്യാവശ്യം നല്ല കോസ്റ്റ് ആയതായിരുന്നു അല്ലേ? ഏകദേശം ഇത് ശരിക്കും നമ്മൾ ഒരു സിംഗിൾ കളറിലൊക്കെ അടിക്കുകയാണെങ്കിൽ ഇത് ലോക്കൽ ഷോപ്പിൽ അടിക്കാൻ പറ്റും. ഇങ്ങനെ ഗ്രേഡ്സ് ഒക്കെ വരുന്നത് നമ്മളിങ്ങനെ ചില ലിമിറ്റഡ് ആയിട്ടുള്ള ഷോപ്സിലുള്ള അവർ കസ്റ്റമായിട്ട് ഈ സ്റ്റിക്കർ പ്രിന്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് അടിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെറിയ ഷോപ്പോട്ട് അത് പറ്റും. പജേറോയുടെ അതേ സ്റ്റൈലിൽ തന്നെ ചെയ്തിട്ടുണ്ടോ? ഇവിടെ നമ്മൾ ക്രോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നേരത്തെ ക്രോം തന്നെയായിരുന്നു, അത് തന്നെ കീപ്പ് ചെയ്തു ഗോൾഡ് മോഡലിനൊക്കെ വരുന്നു. പിന്നെ പുറകിലോട്ട് വരികയാണെങ്കിൽ ആ ഡ്യുവൽടോൺ കളർ നമ്മൾ കാണാൻ പജേറോയ്ക്ക് വരുന്നത് ഡ്യുവൽടോൺ കളറാണ്. പിന്നെ ബാക്കിൽ ടൈപ്പ് 1 ആക്കിയിട്ടുണ്ട്. 2000 ടൈപ്പ് 1-ൻ്റെ പോലെയാണ് ബാക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ടൈപ്പ് 1-ൻ്റെ തന്നെ ടൈലായിട്ട്
ഇനി നോക്കിയാൽ അറിയാം നമ്മളിങ്ങനെ രണ്ട് ലൈറ്റ് ഇതിലൂടെ പജീറൊക്കെ വരുന്ന പോലെ ഒരു കോൺട്രാസ്റ്റ് ചെയ്ത് അതാണ് മെയിനായിട്ട് വണ്ടി പറയുന്ന പ്രധാന കാര്യം പറഞ്ഞാൽ കളർ. പിന്നെ ഇതൊരു ഷോയ്ക്ക് വെച്ചേക്കുന്ന കാര്യമാണ്. നമ്മൾ കഷ്ടമായിട്ട് കുറച്ച് ലാഡറും അല്ലെങ്കിൽ അതുപോലെ റൂഫ് കാരിയറൊക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പോർട്ടൊക്കെ നമ്മൾ റോഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് റോഡിലൊന്നും അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതങ്ങനെ വെച്ചേക്കുന്നതേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഫോട്ടോ ഷൂട്ടോ അങ്ങനെയുള്ള പരിപാടിയൊക്കെ വരുമ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എടുക്കണം നമ്മൾ. അതിപ്പോൾ ഞാൻ അത് ചെയ്ത് ഇടാത്തെന്ന് പറഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ ഈ അലോയുടെ കാര്യങ്ങളും ടയറിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഒന്ന് റെഡിയായി വരാനുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ ചെയ്തിട്ട് ഒരുമിച്ച് കാണാൻ വിചാരിക്കുന്നത്. അത് നമ്മൾ ഇപ്പോൾ അത് തിരിച്ചെടുത്ത് കാണാം. പിന്നെ ബാക്കിൽ നമ്മൾ സാധാരണ റെക്ടാങ്കിൾ നമ്പർ പ്ലേറ്റ് ആണ് തേക്കിൻ്റെ വരുന്നത്. അത് മാറ്റിയിട്ട് സ്ക്വയർ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. പഴയ കമ്പനി അംബാസിഡർ എന്നൊക്കെ വരുന്ന പോലുള്ള ഈ സ്ക്വയർ നമ്പർ പ്ലേറ്റ് ഇപ്പോൾ അധികം അങ്ങനെ കാണാറില്ല. ചില കടകളിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ IND ഫോണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ അല്ലാതെ ആഫ്റ്റർ മാർക്കറ്റ് ഫോണ്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത്രയൊക്കെയാണ് എക്സ്റ്റൈനിൽ നമ്മൾ ചെയ്തേക്കുന്നത്. ഇന്ത്യയിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ക്രോം ക്ലിപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എക്സ്റ്റേണലി ഇത്രയൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഇന്റീരിയർ നമ്മൾ മാക്സിമം ബ്ലാക്ക് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റോക്ക് തന്നെയാണ്, അതിനകത്ത് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ക്രോം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് ബ്ലാക്ക് ചെയ്തു. അതുപോലെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പജീറോയ്ക്ക് വരുന്ന പോലെ ഒരു ഹോൾ വരുന്ന ടൈപ്പ് ഒരു ഹെഡ് റെസ്റ്റ് ആണ് ഇതിനകത്ത് കസ്റ്റമായിട്ട് ചെയ്തേക്കുന്നത്. പിന്നെ സീറ്റ് ഈ ഒരു രീതിയിലാണ് ടെക്സ്ചർ ചെയ്തേക്കുന്നത്. ഡാഷ് ഒക്കെ ഫുള്ള് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പില്ലർ ഫുള്ള് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ സീറ്റ് നോക്കുകയാണെങ്കിൽ ബാക്കിലത്തെ സീറ്റിൽ നമ്മൾ ഏറ്റവും ഇങ്ങനെ ഹെഡ് റെസ്റ്റ് വരുന്നില്ല, അത് നമ്മൾ കസ്റ്റമായിട്ട് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഈ പ്ലാസ്റ്റിക് പാനലിലൊക്കെ ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നില്ല. ഇതിപ്പം ഇളകി പോകുന്ന ചില ഇഷ്യൂ ഉണ്ട്. പിന്നെ ഗ്ലാസ് 50% നമ്മൾ ടിൻഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അലൗഡായിട്ടുള്ളൊരു മെഷറാണ്. ആ രീതിയിൽ നമ്മൾ ടിൻഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഇഷ്യൂ ഒന്നും വരാതിരിക്കും QR കാണുന്ന രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ പെയിൻറ്റ് നമ്മൾ പെയിൻ്റല്ല, ഇൻറ്റീരിയർ പെയിൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു സിയോ എന്ന് പറഞ്ഞിട്ട് കരമനയിലുള്ളൊരു ടീമിനായിരുന്നു കൊടുത്തത്. അവർ പല ഷോപ്പുകളായിട്ട് കൊടുത്താൽ ചെയ്തു തന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് പെയിൻറ്റ് ചെയ്തത് മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്. പുള്ളിയായിട്ട് കണക്ട് ചെയ്തത് സിയോണിലെ ടീമുകളായിരുന്നു. അപ്പോൾ ക്യാപ്സിയുടെ പെയിൻ്റാണ് അടിച്ചേക്കുന്നത്. അപ്പം പെയിൻറ്റിൻ്റെ റേറ്റ് ഇൻറ്റീരിയർ എക്സ്റ്റീരിയറോടെ ചേർത്തിട്ട് അറൗണ്ട് 40+ ആയിട്ടുണ്ട്. 45 അടുപ്പിച്ചായിട്ടുണ്ട്. പിന്നെ ചെറിയ കറക്ഷനോടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആയിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറും അവർ തന്നെ ഗൈഡ് ചെയ്ത ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ചെയ്തത്. ചെറിയ ചെറിയ ഡ്രോബാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ പെയിൻറ്റിങ്ങിലാണെങ്കിലും ബട്ട് ഇൻറ്റീരിയറിലാണെങ്കിലും ഒക്കെ ചെറിയ ചെറിയ ഡ്രോബാക്സുകളുണ്ട്. പക്ഷേ നമ്മൾ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ് വർക്കിൽ. ഇപ്പോൾ ഇതുവരെയായിട്ട് അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ നോട്ടീസബിൾ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട്. അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ പറയുന്നതാണ്. പിന്നെ പെയിൻറ്റ് നമ്മൾ ഡ്യുവൽ ടോൺ ആക്കുമ്പോൾ നമുക്ക് RCയിലും ചേഞ്ച് ചെയ്യും. അത് 500-600 അത്ര ചേഞ്ച് ചെയ്യുന്നു. അത്ര കാശാണ്. അപ്പോൾ RCയിൽ നിലവിൽ മാറിയിട്ടുണ്ട്. നിലവിൽ മാറിയിട്ടുണ്ട്. അത് നിങ്ങൾക്കാണെങ്കിലും പെയിൻറ്റ് മാറുമ്പോൾ ഒത്തിരി പേര് കണ്ടുണ്ട് ഡ്യുവൽ ടോൺ പറ്റുവാനായിട്ട്. അത് എത്ര പെയിൻറ്റുകളാണെങ്കിലും നമുക്ക് ആക്കാം. പക്ഷേ അത് പെയിൻറ്റ് തന്നെ അടിക്കണം, അല്ലാതെ പക്ഷേ റാപ്പ് ചെയ്താൽ പറ്റില്ല. റാപ്പ് ചെയ്യുന്നത് അലോഡല്ല. പെയിൻറ്റ് താഴത്തടിച്ച് കാണിച്ച് കഴിഞ്ഞാൽ പെയിൻ്റ് ആണെങ്കിലും അലോഡാണ്. RCയിൽ അത് മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രശ്നം കാണത്തില്ല. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. എൻ്റെ ചേട്ടത്തെ മരിച്ചേട്ടൻ്റെ വൈഫ് സന്ധ്യ എന്നാണ് പേര്. പുള്ളിക്കാരിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സപ്പോർട്ട് ചെയ്തത്. അപ്പം ആദ്യം എന്ത് തോന്നി അണ്ണൻ ഇങ്ങനത്തെ പട്ടികളൊക്കെ ഇത്ര ഒരു പഴയ വണ്ടിയിൽ ഇത്ര പൈസ ഒക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ എന്ത് തോന്നി? അതെ, നിങ്ങൾ പറയും സന്ധ്യാജി. അല്ല, നമ്മളിത് ഒരു ഭയങ്കര പഴയ വണ്ടിയാണല്ലോ. 800 എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ നമ്മൾ ആരും എടുക്കൂല. അങ്ങനെയല്ല, ഇപ്പൊ ട്രെയിനിങ് പഠിക്കുന്നവരാ, പഠിക്കാൻ കൈ തെളിയാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരല്ലേ 800 എടുക്കുള്ളൂ. അല്ലാതെ വേറെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പുതിയ വണ്ടികളല്ലേ എടുക്കുള്ളൂ. പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഭയങ്കര ഞാൻ ഭയങ്കര കംഫർട്ട് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ പക്ഷെ ഞാൻ പറയാം, ഓട്ടോമാറ്റിക് എടുക്കാം. അതാകുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ട് ആയിരിക്കുമല്ലോ. ഡ്രൈവിംഗ് ഭയങ്കര കംഫർട്ട് ആയിരിക്കും. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ആ വണ്ടി എടുക്കാം, ഈ വണ്ടി എടുക്കാം. ഞാൻ റോഡിൽ പോകുന്ന വണ്ടികളെല്ലാം പറഞ്ഞു, വലിയ വലിയ വണ്ടികളെല്ലാം പറയാം. പുള്ളിക്കാരൻ ഒന്നും എടുക്കണ്ട, നമുക്ക് വേറൊരു പ്ലാൻ ഉണ്ടെന്ന് എപ്പോഴും ഇങ്ങനെ പറയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച എന്ത് പ്ലാൻ? അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ വണ്ടി മേടിക്കാനായിരിക്കും, ഇനി ഏതെങ്കിലും ലോഞ്ച് ചെയ്യാനുള്ള, ഇനി വരാനുള്ള ഏതെങ്കിലും വണ്ടി മേടിക്കാനായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ പിന്നെയാണ് പുള്ളിക്കാർ ഒരു ദിവസം രാത്രിയിൽ ഫുള്ള് ഉറപ്പ് കളഞ്ഞിട്ട് പിന്നെ അതെന്തോ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും പോസ്റ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ നോക്കിയപ്പോഴാണ്
പുള്ളിക്കാരന്റെ കൺസെപ്റ്റിലുള്ള ഒരു ഡിസൈനിൽ ഈ വണ്ടീനെ മാറ്റിയത്. അപ്പൊ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി. പുതിയ വണ്ടിയിലോട്ടല്ല പോകുന്നത്, വേറെ ഏതോ വണ്ടിയുടെ മോഡല് നമ്മൾ ഈ വണ്ടിയിൽ മാറ്റിയെടുക്കാനാണ് പോകുന്നത്. പിന്നെ നമ്മള് പുള്ളിയുടെ ഇഷ്ടമായിരുന്നു ഇങ്ങനെ വണ്ടി ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ, പുള്ളിയുടെ ഇഷ്ടം, ഓരോരുത്തർക്ക് അവരുടേതായ ഇഷ്ടങ്ങളല്ലേ, ഞാൻ ചെയ്തു എന്നേന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഈ വണ്ടിയുടെ കുറച്ച് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. Music thumping, the crowd is live. 1,000 ladies ready to slide. Music thumping, the crowd is live. 1,000 ladies ready to slide. I got the baddest looking chick in the whole place. Got the baddest looking looking chick in the whole place. Got the baddest